നിമിഷേ അമ്മ എന്നടാ ഇത് എന്നതാ എവിടെയാ? ഞങ്ങൾ എവിടെയാന്ന് നോക്കിയാ ഞങ്ങള് വൃന്ദാവനത്തിൽ പോയ മാതിരി ഉണ്ടല്ലോടാ. വൃന്ദാവനത്തിൽ പോയവരുണ്ട്. എന്ത് രസമാണ്. ഇത് എന്നാ പോവാ? അരളിപ്പൂ ആണോ? ഇത് അരളിപ്പൂ. അരളിക്ക് അതിന് മണമൊന്നുമില്ല. അതെയോ? നല്ല ഭംഗിയില്ലേ? മണമുണ്ട്. നമ്മളിപ്പം ഡബ്ബോയിൽ ചെറിയൊരു ക്രിസ്മസ് ഷോപ്പിന് ഇറങ്ങിയതാണ് കേട്ടോ. ഞങ്ങൾക്ക് ക്രിസ്മസിന് ഞങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അന്നേരം നമ്മൾ വന്ന വഴിക്ക് കൂടി ഒരു സൂപ്പർ ഇങ്ങനെ പൂക്കൾ പൂത്ത് നിൽക്കുന്ന അല്ലേ? ശരിക്കും നമ്മളെന്താ മതില് കെട്ടിയേക്കുന്ന പോലെ അല്ലേ? മതില് പൂക്കളും കൊണ്ട് മതില് കെട്ടിയേക്കുന്ന പോലെ ഉണ്ട് കേട്ടോ. അതെ, ചുന്തിരിക്കുട്ടി ഇവിടെ ഉണ്ട്. ചുന്തിരി ഹായ്. ശരിക്കും ഇതിന്റെ ബാക്കിൽ ഒരു ഗ്രൗണ്ട് ആണ് കേട്ടോ. അപ്പൊ അതിനൊരു മറയായിട്ടാണ് ശരിക്കും ഇവിടെ വെച്ചേക്കണത്. നമുക്ക് ഒന്നും കാണാൻ പറ്റില്ല അപ്പുറത്തുള്ളതൊന്നും. എന്ത് രസമാണ്. നല്ല രസമാണ് കേട്ടോ, ഒന്നും പറയാനില്ല അല്ലേ? ഇത് കണ്ടപ്പോ ഞങ്ങൾ നിങ്ങളെ കൂടെ ഞങ്ങൾക്ക് ഇത് കാണിച്ചു തരാം. ഞങ്ങൾ ഇവിടെ ഇറങ്ങിയതാ കേട്ടോ. അതെ, എന്നാ നമുക്ക് തുടങ്ങിയാലോ? എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് വേറെ നമുക്ക് പോയി ഡ്രസ്സൊക്കെ നോക്കാം. നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ ക്രിസ്മസിന് എല്ലാവരും തന്നെ ഒരേപോലത്തെ ഡ്രസ്സ് ഇടും കേട്ടോ. നമുക്കൊരു സന്തോഷം. നമ്മൾ എപ്പോഴും അങ്ങനെയൊക്കെ ചെയ്യുന്നതാണല്ലോ. ഇപ്രാവശ്യം നമുക്ക് ഒരു എന്താ പറയാ മമ്മിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നമ്മളെല്ലാം ഒരുപോലെ ഡ്രസ്സൊക്കെ ഇട്ട് അതെ അതെ. അപ്പൊ അതൊക്കെ തുടങ്ങുന്നു. ഡിസംബർ ഒന്നും ആയിട്ടില്ല. പക്ഷേ എങ്കിലല്ലേ നേരത്തെ തുടങ്ങും കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും തണുപ്പായിരിക്കും, നമ്മുടെ ഇവിടെ ചൂടാണ്. അതെ, ഓസ്ട്രേലിയ മാത്രം. ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും ഡിസംബർ എന്ന് പറഞ്ഞാൽ കൊടും ചൂടാണ് കേട്ടോ. 34 ഡിഗ്രി സെൽഷ്യസ് ഒക്കെ മാക്സിമം ഇവിടെ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങളിവിടെ ജൂലൈയിൽ ക്രിസ്മസ് ആഘോഷിക്കും കേട്ടോ. ക്രിസ്മസ് ഇൻ ജൂലൈ എന്ന് പറയുന്ന സംഭവം തന്നെയുണ്ട് ഈ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ. അപ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും തണുപ്പുള്ള സമയം അല്ലേ? എല്ലായിടത്തും ഭയങ്കര സ്നോയിങ് ഒക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മുടെ ഇവിടെ നേരെ തിരിച്ചാണ്, നല്ല ചൂടാണ്. പക്ഷെ എങ്കിലും അമ്മ ലോലിപ്പോപ്പ് പിടിച്ചോണ്ടിരിക്കുന്ന അമ്മ. ശരി, പയ്യ നമുക്ക് എന്നാ ഇവിടുന്ന് ഇറങ്ങിയാലോ? ഇത് കണ്ടോ, നമുക്ക് ഗ്രൗണ്ടിന്റെ അടുത്ത് കിട്ടിയതായിട്ട് ഒരു ബോള്, ഒരു പക്ക ക്രിക്കറ്റ് കളിക്കുന്ന ബോളല്ലടി. പിന്നെ വെയിറ്റ് കണ്ടോ നീ? ഭയങ്കര വെയിറ്റ് അല്ലേ? ഇതുകൊണ്ടാണ് ശരിക്കും ക്രിക്കറ്റ് കളിക്കുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. എത്ര നാളെ ക്രിക്കറ്റ് കളിച്ചിട്ട്. ഇവിടെ ഇനിയിപ്പം ക്രിക്കറ്റ് കളിക്കാൻ പോകണം കേട്ടോ നിമിഷ. ക്രിക്കറ്റ് കളിക്കാൻ പോകണോ? അല്ല, ഞാനും പറയതേ, ഒത്തിരി നാളെ കളിച്ചിട്ട് അല്ലേ? അമ്മ പോയാലോ? അവിടെ അതുപോലെ തന്നെ ഒരു ലോറി. എന്നാ അമ്മേ? പോകാൻ തോന്നുന്നില്ല അല്ലേ? അവിടെ ഒരു ലോറി നിർത്തിയേക്കുന്നുണ്ടോ, വലിയ ലോറിയാണ്. അതിപ്പം അതിൻ്റെ സംഭവങ്ങളെല്ലാം ഊരി കഴിഞ്ഞപ്പോൾ നോക്കി, എന്നെ ചെറുതല്ലേ, കുഞ്ഞൊരു കഷ്ണം. അതിൻ്റെ മേളിൽ ഇനി സംഭവമൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് വലിയ ലോറിയാണ്, വലിയ ലോഡ് വലിക്കുന്ന ലോറിയാ. അമ്മ ഇത് കണ്ടോ ബോള്? സൂപ്പറല്ലേ? സൂപ്പർ ബോള്. ക്രിക്കറ്റ് കളിക്കാം നമുക്ക് പോയിട്ട്. ഞാൻ ഇപ്പോഴാട്ടെ ശ്രദ്ധിച്ചത് ഈ ലോറിയുടെ ഇത് കണ്ടോ അമ്മ? സിഡ്നി ടു ഡാർവിൻ എക്സ്പ്രസ്. ഡാർവിനിലേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ ലോറി. എൻ്റെ പൊന്നോ. അപ്പം തളർന്നു വന്ന് കിടക്കുന്നതിൽ അതിശയമൊന്നുമില്ല അല്ലേ? റെസ്റ്റ് എടുക്കുകയാണ് കേട്ടോ പാവം. ഇനിയിപ്പോൾ ഡാർവിനിലേക്ക് പോകണ്ടായിരിക്കും മിക്കവാറും. ഡാർവിൻ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എന്ത് ദൂരാന്നറിയോ? ഒരു അല്ലേ, എത്ര ദിവസം ഡ്രൈവ് ആയിരിക്കും അല്ലേ? സമ്മതിക്കണം. പിന്നെ അമ്മ നമ്മുടെ ഓസ്ട്രേലിയൻ ഡിഫൻസ് ഫോഴ്സിന്റെ വണ്ടി കിടക്കുന്നുണ്ടോ? എനിക്കതിൽ ഇവിടെ നടക്കുന്നുണ്ട്. അതല്ല, ഇത് അവരുടെ ഡിഫൻസ് ഫോഴ്സിന്റെ ഭയങ്കര ഓടമുള്ളതുകൊണ്ട് ഇവിടെ അടുത്ത് എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ട് കേട്ടോ. ചേർന്നാലോ അമ്മ? നമുക്ക് പോയി പട്ടാളത്തിൽ ചേർന്നാലോ? ഇവിടെ ജനിച്ചവർക്കാണ് ഇവിടെ കയറാൻ പറ്റത്തുള്ളൂ. പട്ടാളത്തിൽ ഞങ്ങളുടെ ഡബ്ബോയിലെ ക്രിസ്മസ് ട്രീ ഉണ്ടോ നിങ്ങൾ? എല്ലാ ക്രിസ്മസ് ആവാറാകുമ്പോഴത്തേക്കും ഇവിടെ ട്രീ കൊണ്ടുപോയി വെക്കും കേട്ടോ. ഓ, ഇതിനകത്ത് ഇന്റർവ്യൂ നടക്കുന്നുണ്ടല്ലേ? ഓ, മൊബൈൽ റിക്രൂട്ടിംഗ് ആണ്. നമുക്ക് റീവിനെ വിടാം വേണമെങ്കിൽ അല്ലേ? പട്ടാളക്കാരനൊക്കെ പോകുന്നുണ്ടോ? അമ്മ അതെ, പട്ടാളക്കാർ പോകുന്നുണ്ടോ? എന്നാലേ ക്രിസ്മസ് ട്രീ ഉണ്ടോ അവിടെ? ഞങ്ങളുടെ ഡബ്ബോ ക്രിസ്മസ് ട്രീ ഫുള്ള് ലൈറ്റപ്പ് ഒക്കെ ചെയ്യൂടെ രാത്രി? അടിപൊളിയല്ലേ? മിറ ഫോട്ടോ എടുക്കണ്ടേ? കൊള്ളാം കേട്ടോ അല്ലേ? ഇത് നമ്മുടെ ഡബ്ബോയിൽ ഒരു സ്ക്വയർ പോലെ ഒരു സ്ഥലമാണ് കേട്ടോ അല്ലേ?
മണം വരുന്നുണ്ടല്ലോ, വിശക്കുന്നു. തുടങ്ങി മിറിയെന്തി വെറുതെ അതിനകത്ത് നല്ല വിശക്കുന്നു, നല്ല മണം വരുന്നുണ്ട്. നിമിഷം എല്ലാം കഴിക്കാൻ മതി. സ്മെല്ലാട്ടോ. സൂപ്പർ സ്മെല്ലല്ലേ. കഫേസും കാര്യങ്ങളും കഫേറ്റേരിയകളൊക്കെ ഉണ്ട് കേട്ടോ അല്ലേ. ഇന്ന് എന്താ ഇവിടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. നിമിഷയും അമ്മയും കൂടെ അവിടെ പോയി എന്നെ ആർമി കയറ്റാൻ നോക്കേട്ടോ. അവരെനിക്കിത് എനിക്ക് എടി ഇത് ഭയങ്കര റിക്രൂട്ടിംഗ് ആയിരിക്കും, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. പറയാൻ പറ്റില്ലടാ, എവിടെയാ ഭാഗ്യം വരുന്നതെന്നും പറയാൻ പറ്റില്ലടാ. ഇല്ല കേട്ടോ, നമ്മള് സിറ്റിസൺ ആയാൽ മതി അല്ലേ. ഓ അതേതായാലും കൊള്ളാം. അയ്യോ വേണ്ട, നീ ട്രൈ ചെയ്തോ. എടി നീ നഴ്സുമാരെ ആവശ്യമുണ്ട്, നീ ട്രൈ ചെയ്തോ, നീ സിറ്റിസൺ അല്ലേ. ഉപ്പ് വേണോ? ഏതുപ്പ് വേണ്ടേ? മെൽക്കൂട്ടം തന്റെ ഡ്രസ്സുകൾ എടുക്കാൻ പോവാ കേട്ടോ. ഏതാ വേണ്ട കൊച്ചിനാ? മീര നിമിഷ അമ്മ മിറ എടുത്ത് പിടിച്ചേക്കണുണ്ടോ? ആരെങ്കിലും കണ്ടേ പിന്നെ വഴക്ക് പറയൂടി. അയ്യേ ആരെ മിറ? അത് ഭൂതം അല്ലടി, അത് ചെടി ക്രിസ്മസ് ചെടി. ഭയങ്കര ഷോപ്പിംഗ് ആണ് കേട്ടോ. ഞാൻ വീരോടെ മിറയ്ക്ക് നല്ലതാണോ? കൊള്ളാം, നല്ല തൊപ്പിയൊക്കെ ഉണ്ട്, വിത്ത് തൊപ്പിയാ. അങ്ങനെ ഞങ്ങളുടെ സാധനങ്ങളെല്ലാം മേടിച്ചു കേട്ടോ. അമ്മേ എങ്ങനെയുണ്ട്? ക്രിസ്മസ് ബാഗ് ആണല്ലോ, എല്ലാം ഇടുമ്പോൾ കാണിച്ചു തരാം. സൂപ്പർ ഡ്രസ്സുകളാണ് എടുത്തേക്കുന്നത്. മേൽക്കോട്ടെ പോകാം നമുക്കാ. നിമിഷം കഴിഞ്ഞില്ലേടി? ശരി, വിശക്കുന്നുണ്ടോ പൊന്നെ? എന്തെങ്കിലും കഴിക്കണോ അമ്മേ? കുടിക്കുക കഴിക്കണോ ചെയ്യണോ നിമിഷം? ആ ശരി. സൂപ്പർ ലടി, സൂപ്പർ അടിപൊളി. നമുക്ക് ഇനി നമ്മുടെ സാന്റാക്ലോസിനോട് ഫോട്ടോ എടുക്കാൻ പറ്റും. നമുക്ക് അതിന് വരണം കേട്ടോ. അതിന്റെ സംഭവം റെഡി ആയിട്ടുണ്ടല്ലോ. അമ്മേനെ വണ്ടി എടുത്തേക്കോട്ടോ. ഞങ്ങൾ പെട്ടെന്ന് ഒരു സാധനം മാറി മിറയ്ക്ക് ഒരു ഷൂസ് എടുത്തായിരുന്നു, മാറി മേടിക്കാനായിട്ട് പോവാ. ഇതാണ് കേട്ടോ നമ്മുടെ സാന്റാക്ലോസ് വരുന്ന സ്ഥലം. ഇവിടെ വന്ന് നമുക്ക് ഫോട്ടോ എടുക്കണമല്ലോ ഇപ്രാവശ്യം. അതെ പോകണം. നമുക്ക് നമ്മൾ ഇത് എടുത്തിട്ടില്ല കേട്ടോ. അത് കങ്കാരി ഇരിക്കുന്നുണ്ടോ? ഓസ്ട്രേലിയ ആയതുകൊണ്ട് കങ്കാരും കോലയും എല്ലാം ഉണ്ട്. ഓസ്ട്രേലിയ ആനിമൽസ് എല്ലാം ഉണ്ട് കേട്ടോ സാന്റാക്ലോസിന്റെ അടുത്തല്ലേ. എവിടെ നോക്കിയാലും ക്രിസ്മസ് മായ കേട്ടോ. ടേബിള് വിരിക്കുന്നത് ക്രിസ്മസ് മയം. ഫുൾ ടേബിൾ ക്ലോത്ത്, ടേബിൾ ലൈനർ ഇവിടെ കാണും കേട്ടോ. അതല്ലേ ടേബിൾ ടവല്. ഇതാണോ ചേ? എല്ലാ സാധനം ഉണ്ടല്ലേ. രസമാണല്ലേ. ഇവരൊക്കെ നല്ല സൂപ്പറായിട്ട് ഇങ്ങനെ ടേബിളൊക്കെ അലങ്കരിച്ച് നല്ല സൂപ്പറായിട്ട് ഇവര് ലഞ്ചും ഡിന്നറൊക്കെ അവർ അങ്ങനെ കഴിക്കും. ടേബിൾ മൊത്തം ഇതും കൊണ്ട് അവര് അലങ്കരിക്കും. അതിനുള്ള ഡിന്നർ സെറ്റ് ഇതുണ്ടോ, സ്പൂൺ വരെ ഉണ്ടല്ല. അവിടെ സ്പാച്ചുല കണ്ടു. ഇതുണ്ടോ, ഇത് ചോക്ലേറ്റ് ആട്ടോ. ടേബിൾ മാറ്റ് ഇതുണ്ട് ചോക്ലേറ്റ്. സിലിക്കൺ മോൾഡ് അല്ല, സിലിക്കൺ മൗൾസ് ആട്ടോ. അതായത് പ്ലേറ്റ്സ് കൊട്ട വരെ. സാന്റാക്ലോസിന്റെ പാന്റ്, 2 കാല്. രസമുണ്ടല്ലോ. ബെൽറ്റ് വിത്ത് ബെൽറ്റ് എടുക്കാൻ പറ്റുന്നില്ല. അതെ നമ്മുടെ മിറക്കോട്ട് നല്ല ക്യൂട്ട് ഷൂസ് നമ്മൾ മാറി മേടിച്ചു കേട്ടോ. ആദ്യം മേടിച്ച സൈസ് ചെറുതായിരുന്നല്ലേ? അതെ അതുകൊണ്ട് അപ്പോൾ നമ്മളൊരു വേറെ ടൈപ്പ് ഉള്ളത് മേടിച്ചു. നല്ല ഷൂ, നല്ല ഭംഗിയാണ്. പ്രിൻസസ് ആണെന്ന് പറഞ്ഞാൽ മതി. അതെ കാരണം ഇങ്ങനത്തെ തിളക്കൊക്കെ കാണുമ്പോൾ ഒക്കെ അറിയാം പ്രിൻസസിന് വലിയ സന്തോഷമാവും കേട്ടോ. പാർക്കെത്തി. ഇവരുടെ പാർക്കാട്ടോ ലെഫ്റ്റ് സൈഡില്. കണ്ടുപിടിച്ചു കേട്ടോ, പാർക്ക് കണ്ടുപിടിച്ചു. Baby, let's come, baby.
പിള്ളേരെക്കാളും കഷ്ടങ്ങളോടെ നീ കോൽമുട്ടായി കഴിക്കുവാണോ? ആർക്കും വേണ്ട, പച്ച കളർ ആർക്കും വേണ്ട അല്ലേ? ഗ്യാസ് ഉള്ളതുകൊണ്ട് നിറായ്ക്കും വേണ്ട. ലാസ്റ്റ് നിമിഷം കളയണ്ടെന്ന് ഓർത്ത് കഴിക്കുവാണ്. നമ്മളങ്ങനെ പയ്യെ വീട്ടിലെത്തി കേട്ടോ. മീരക്കുട്ടാ നമ്മള് വീടെത്തിയല്ലോ. ഹലോ. ഇതാര് ചാച്ചനോ? എന്നാ ചാ അവൻ എണീറ്റോ? പിന്നെ എണീറ്റില്ല അമ്മ, അവൻ എണീറ്റില്ല. അതെ അതെ, എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവൻ പോയിട്ട് ഇറങ്ങി. ഓ ചാത്തൻ്റെ അതുകൊണ്ട് എളുപ്പമില്ല ചാ. ഇതറിഞ്ഞാൽ ഞാനും ഓടി ഇരുന്നേനെ. ഇതറിഞ്ഞാൽ ഞങ്ങൾ ഇച്ചിരി താമസിച്ചേ വരുണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെ റീവ് എണീറ്റെന്ന് ഓർത്തോട്ടോ ഓടിപ്പിടിച്ച് പോകുന്നത്. ചാച്ച ഞങ്ങൾ ഷർട്ടൊക്കെ മേടിച്ചിട്ടുണ്ട്. ചാച്ചനൊരു 2 ബെന്നിയും മേടിച്ചിട്ടുണ്ട്. കാണിച്ചു തരാം. ചാച്ചൻ 2 ബെന്നിയും മേടിച്ചോട്ടോ. ഞങ്ങൾ ചാച്ചന് ഇല്ലാത്തൊരു കളർ മേടിച്ചു. കംഫർട്ട് അല്ല ചാ, സമ്മർ ചൂടും കൂടെ ആയതുകൊണ്ട് അല്ലേ? ബെനിയനൊക്കെ ഇട്ട് നമുക്ക് നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സ് ഉണ്ടല്ലോ. ഇഷ്ടപ്പെട്ടാ ചാ? പിന്നെ ഇത് മൊത്തം നമ്മുടെ ക്രിസ്മസ് ഡ്രസ്സാണ്. ആണോ? ക്രിസ്മസിന് എന്തായാലും സാന്താ അപ്പൂപ്പൻ്റെ കൂടെ ചാച്ച ഇപ്രാവശ്യം ക്രിസ്മസ് പാപ്പ ആവുന്നുണ്ട്. ചാച്ചൻ താടിയൊക്കെ വെച്ചാൽ മതി അല്ലേ? അതിനേക്കാളും കൂടുതൽ വേറുണ്ട് ചാച്ചന്. ശ്വാസം വിടുന്നില്ലേ, അത് വേറെ കാര്യം. ചാച്ച ശ്വാസം വിട്. ചുക്ക് പിടിക്കില്ലേ. ആയ് സൂപ്പർ ചെരുപ്പാണല്ലോ വേറെ. പ്രിൻസസിന്റെ ആണോ? ഇറനെ കൊണ്ട് ഒരു ചെരുപ്പ് ഇടിക്കാന്ന് പറഞ്ഞോണ്ടല്ലോ അല്ലമ്മേ? അത് റീവും കണക്കാടാ. കാലിങ്ങനെ വെക്കും, ഇങ്ങനെ ഒരു കാരണവശാലും നമ്മള് അതിനകത്തോട്ട് കയറ്റിട്ട് ഒതുക്കി തന്നാലേ കാല് കയറ്റാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവൾക്ക് ഇഷ്ടമല്ലാത്ത ഉടുപ്പുകളും അവൾക്ക് ഇഷ്ടമല്ലാത്ത ചെരുപ്പ് ഒരു കാരണവശാലും നമുക്ക് ഇടിക്കാൻ പറ്റും. മുടിയെ കെട്ടണം, വലുത് പോലും ബാൻഡ് പോലും അവള് തീരുമാനിക്കണം. അവള് ചൂസ് ചെയ്ത ഡ്രസ്സ് അവള് ഇഷ്ടങ്ങളുണ്ട്. അതെ. പിന്നെ അതുപോലെ തന്നെ ചെരുപ്പ് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു 10-15 ചെരുപ്പുകൾ ഇവിടെ കാണും. പക്ഷെ അവൾ ഇടുന്ന 1-2 ചെരുപ്പുള്ളൂ. ബാക്കി ഒന്നും അവൾക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ തവണ മേടിച്ച ചെരുപ്പ് കൊണ്ട് മാറി. ഇത് അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു കേട്ടോ അല്ലേ? ഒരു പ്രിൻസസിന്റെ ആദ്യം കൊടുക്കുമ്പോ ചിലപ്പോ ഇഷ്ടമാവും, ഇനിച്ചൂടെ കഴിഞ്ഞാലേ അറിയത്തുള്ളൂ. വാ, ഉടുപ്പിന് ചേരുന്നുണ്ടല്ലോ. പ്രിൻസസിന്റെ കേട്ടോ. പ്രിൻസസ് എന്നാണേലും പ്രിൻസസിന്റെ എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. കിളിക്കുഞ്ഞ് പറന്നു പോയത്. ഭയങ്കര സങ്കടമാണ്. കിളിക്കുഞ്ഞിന്റെ കാര്യമാണ് ഇപ്പോഴും. മാക്സിന്റെ കാര്യം അവള് പറയുന്നില്ല. മറന്നുപോയാവാ. സൂപ്പറാണ്. അപ്പൊ ഇനി എന്നാ പരിപാടി? എന്നാ നിമിഷം ഇനി എന്നാ പരിപാടി? ഫുഡ് ഉണ്ടാക്കണം കഴിക്കണമെങ്കിൽ ആരാ ഫുഡ് ഉണ്ടാക്കണം എന്ന് പറഞ്ഞു കൊടുക്കാം. ഞാൻ കഴിഞ്ഞ ഭയങ്കര കൈപ്പുണ്യാണ്. എന്തുണ്ടാക്കിയാലും ഭയങ്കര നല്ല കൈപ്പുണ്യം ഉണ്ട് കേട്ടോ. ശരിക്കും എന്നെ ഉണ്ടാക്കിയാലും പ്രത്യേക ഒരു ടേസ്റ്റ് ആണ്. ഇച്ചാൻ കഴിഞ്ഞ ദിവസം ഇവിടെ കപ്സ ഉണ്ടാക്കി. അത് നമുക്ക് കാണിക്കുമ്പോൾ കുറച്ച് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ കാണിക്കാം. ഞങ്ങള് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അടുത്തോടെ ഞങ്ങളിപ്പോ കപ്സ ആയിട്ട് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റ് ആട്ടോ, ഒരു ടേസ്റ്റാ. ഒന്നും ചെയ്യാനില്ല കേട്ടോ. അറേബ്യൻ മന്തി ഇല്ലേ മന്തിയില്ലേ? മന്തിയുടെ ഒക്കെ വേറൊരു സംഭവം. അറബീസിന്റെ ഫുഡാണ്. ഇനിയിപ്പോ ഞങ്ങള് പയ്യെ കപ്സ ഉണ്ടാക്കാൻ പോവാണ്. ഇടാം തീർച്ചയായിട്ടും. അതിനൊരു പാട്ട് കൂടി നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ നിമിഷം. പാതിരാപ്പുള്ളുണന്നു പരൽ മുല്ലക്കാടുണന്നു പാഴ്പെഴും കൂട്ടിലെ കാറ്റുണന്നു. പാതിരാപ്പുള്ളുണന്നു പരൽ മുല്ലക്കാടുണന്നു പാൽപ്പെഴും കൂട്ടിലെ കാറ്റുണന്നു. താമരപ്പൂങ്കൊടി തങ്കച്ചിലമ്പൊലി നീ മാത്രം മയങ്ങിയില്ലേ പിടക്കമെന്തേ
സൂപ്പറാണ് കേട്ടോ. ഞങ്ങൾ ഈ കുഞ്ഞു വീഡിയോ വെച്ച് വന്നിപ്പിയാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം. ആ പ്രിൻസസിന്റെ ഷൂ ഞങ്ങൾ കണ്ടു. ഓ അമ്മയുടെ കയ്യിലൊന്നും ഇനി അമ്മ അത് കഴിച്ചോണം. 1.5 മണിക്കൂറായി ഞങ്ങൾ ആ മുട്ടായി തീർക്കാൻ ശ്രമിക്കുന്നത്. മിറയിൽ നിന്ന് തുടങ്ങി നിമിഷയിലൂടെ കൂടി അമ്മയിലേക്ക് എന്നാണ് ഇത്. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ചാച്ച നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്താലോ? ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നാളെ ഞങ്ങളൊരു സൂപ്പർ വീഡിയോ ആയിട്ട് വരുമല്ലോ അമ്മ. ഉറപ്പായിട്ടും വരും. നാളെ ഞങ്ങളൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതും പറയാം. അമ്മ, ചാച്ച, നിമിഷ